Hi, good evening all. So this will be the second session and we are continuing from where we have already stopped in the last session. So last we were discussing about performance appraisal and we are continuing the same in the same module also. You must be aware about what is performance appraisal and the process involved in performance appraisal. So let's check the definition, meaning, and objectives plus process is discussed. So let me just sum up. Performance appraisal means evaluation of an employee, or this one is a systematic appraisal of performance of an employee. It starts from setting performance standards. Then we will be communicating the standards with employees. Then the actual performance of employees will be measured and comparing the actual performance with standards already set. Then these results will be discussed with the employee themselves, and finally we'll take corrective actions. So this is the process in all the controlling process. Same is followed here as well. Now we are moving on to the next phase. So we will be discussing about methods of performance appraisal. The methods can be broadly classified into traditional methods and modern methods. So traditional methods are ranking method, paired comparison method, grading method, forced distribution method, forced choice method, checklist method, critical incidence method, graphic rating scale method, essay method, field review method, and confidential report. These are the traditional methods and we'll be discussing each one in detail. So let's start from the first simplest form, that is the ranking method. It is the oldest and simplest formal systematic method of performance appraisal, in which an employee is compared with others uh, for the purpose of pricing in the order of worth. നമുക്കറിയാവുന്നതല്ലേ റാങ്കിങ് മെത്തേഡ്. സോ ടോപ്പ് റാങ്കിലുള്ള ഇൻഡിവിജ്വൽസിനെ ആദ്യം എഴുതുന്നു, അതായത് ബേസ്ഡ് ഓൺ ദിയർ പെർഫോമൻസ് എംപ്ലോയീസിനെ നമ്മൾ ടോപ്പ് നമ്പർ 1 റാങ്ക് കിട്ടുന്ന ഇൻഡിവിജ്വൽ, സെക്കൻഡ് റാങ്ക്, അങ്ങനെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് റാങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത്. റാങ്കിങ് മെത്തേഡിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആണ് പെയ്ഡ് കമ്പാരിസൺ മെത്തേഡ്. ഈ മെത്തേഡിൽ ഒരു എംപ്ലോയിയെ നമ്മൾ കമ്പയർ ചെയ്യുന്നത്, we will be taking some personality traits like അവരുടെ പെർഫോമൻസ്, അവരുടെ ക്രിയേറ്റിവിറ്റി, ക്വാളിറ്റി, കോൺട്രിബ്യൂഷൻ വർക്ക്, അങ്ങനെ കുറെ ട്രേറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്ന് പറയാൻ പറ്റില്ല, ട്രേറ്റ്സ്. ഈ ട്രേറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് എംപ്ലോയിയുടെ പെർഫോമൻസ് എങ്ങനെയാണ്, അവർ നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ടിക്ക് മാർക്ക്, പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ ഒരു ഡാഷ് മാർക്ക്. അങ്ങനെയാണ് നമ്മൾ പെയ്ഡ് കമ്പാരിസൺ മെത്തേഡിൽ ചെയ്യുന്നത്. ലെറ്റ് മീ ഷോ യു വൺ തിങ്. സി, one second. See, പെയ്ഡ് കമ്പാരിസൺ മെത്തേഡ്, ഇതൊരു എക്സാമ്പിൾ ആണ് പെയ്ഡ് കമ്പാരിസൺ മെത്തേഡിന്റെ. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ട്രേറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്, ട്രേറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് ക്വാളിറ്റി ഓഫ് വർക്ക് ആണ്. ക്വാളിറ്റി ഓഫ് വർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് എ, ബി, സി എന്ന 3 ഇൻഡിവിജ്വൽസിനെ റേറ്റ് ചെയ്യുകയാണ്. അവിടെ എയുടെ ക്വാളിറ്റി ഓക്കെ ആണെങ്കിൽ പ്ലസ്, ഐ സെഡ് ടിക്ക് മാർക്ക്, പ്ലസ് എന്നിടുക. ഓക്കെ അല്ല എങ്കിൽ നെഗറ്റീവ് മാർക്ക്. ദെൻ സിയുടെ ക്വാളിറ്റി ഓക്കെ ആണ്, സോ ക്വാളിറ്റി ഓഫ് വർക്കിനകത്ത് സി ഓക്കെ ആണ്, അതുകൊണ്ട് പ്ലസ് മാർക്ക് ഇടുന്നു. അതേപോലെ തന്നെ ട്രേറ്റ് എടുക്കുകയാണ്, ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ട്രേറ്റ് എടുക്കുകയാണെങ്കിൽ അവിടെയും സെയിം മെത്തേഡ്. എയുടെ ക്രിയേറ്റിവിറ്റി, എ ഇസ് ക്രിയേറ്റീവ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ടിക്ക് മാർക്ക് കൊടുക്കാം, ക്രിയേറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്ക്. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ പെയ്ഡ് കമ്പാരിസൺ എന്ന് പറയുന്നത്. സോ 2 എംപ്ലോയീസിനെ വയ്ക്കുന്നു, അവർ തമ്മിലുള്ള കമ്പാരിസൺ, അവർ രണ്ടുപേരെയും എടുത്തിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. അവരിലാർക്കൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, ദെൻ ടിക്ക് മാർക്ക്. ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു നെഗറ്റീവ് മാർക്ക്, ഒരു മൈനസ് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇങ്ങനെ ഒരു എംപ്ലോയിയെ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പെയ്ഡ് കമ്പാരിസൺ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ റാങ്കിങ് മെത്തേഡ് ആയിരുന്നു. റാങ്കിങ് മെത്തേഡ് അവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ലോണം പെർഫോം ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനെ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നു. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതാണ് റാങ്കിങ് മെത്തേഡ്. പെയ്ഡ് കമ്പാരിസൺ, ഒരു എംപ്ലോയിയെ മറ്റൊരു എംപ്ലോയി ആയിട്ട് കമ്പയർ ചെയ്യുന്നു. മൂന്നാമത്താണ് ഗ്രേഡിംഗ് മെത്തേഡ്. ഗ്രേഡിംഗ് മെത്തേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. In this method, certain categories of worth are established in advance and carefully defined. ഓരോ എംപ്ലോയീസിൽ നിന്നും കമ്പനി എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് മുൻകൂട്ടി നമ്മൾ തീരുമാനിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രേറ്റ്സ് പോലെ. എന്നിട്ട് ആ ട്രേറ്റ്സിൽ വെച്ചിട്ട് ഓരോ ട്രേറ്റിലും
എംപ്ലോയിയുടെ പെർഫോമൻസിനെ നമ്മൾ ഗ്രേഡ് ചെയ്യുന്നു. മേ ബി ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പെർഫോം ചെയ്ത എംപ്ലോയീസ് ഉണ്ടാകാം, അതേപോലെ സാറ്റിസ്ഫാക്ടറി ആയിട്ട് പെർഫോം ചെയ്ത എംപ്ലോയീസ് ഉണ്ടാകാം, അല്ലെങ്കിൽ അൺസാറ്റിസ്ഫാക്ടറി ആയിട്ട് പെർഫോം ചെയ്ത എംപ്ലോയീസ് ഉണ്ടാകാം. ഇങ്ങനെ പല ലെവലിലേക്ക് നമ്മൾ അവരുടെ പെർഫോമൻസിനെ ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ബേസിൽ റേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഗ്രേഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ the employee is then allocated the grade that best describes his or her performance. അവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ട് സാറ്റിസ്ഫാക്ടറി, ഔട്ട്സ്റ്റാൻഡിംഗ്, അൺസാറ്റിസ്ഫാക്ടറി തുടങ്ങിയിട്ടുള്ള ഗ്രേഡുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. Okay, then fourth method, forced distribution method. This method assumes that employees' performance level conforms to normal statistical distribution. അതായത് ഓവറോൾ എംപ്ലോയീസിനെ എടുക്കുന്നു, അവരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് നോർമലി ഇങ്ങനെയായിരിക്കും. ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താ? 1 second, I will show you. Okay, I'm not able to draw. Okay, anyway, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യും. ഒരു ലോ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ ഒരു ടോപ്പ് എൻഡിൽ എത്തുന്നു, അവിടെ നിന്ന് പിന്നെ വീണ്ടും താഴോട്ട് വരുന്നു. അതായത് 10 സ്റ്റാർട്ട് ചെയ്യുന്നു, 20 പോകുന്നു, ദെൻ 40 എത്തുന്നു, ദെൻ 20 എത്തുന്നു, വീണ്ടും 10% എത്തുന്നു. സോ പെർഫോമൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെയായിരിക്കും. എംപ്ലോയീസിനെ മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് സ്റ്റാൻഡേർഡ് വരുന്നത് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പോലെ ആയിരിക്കും. അതായത് ഏറ്റവും ലോവസ്റ്റ് പെർഫോമൻസിൽ നിന്നും ഒരു ആവറേജ് എംപ്ലോയിലേക്ക് എത്തുന്നു, ഒരു ടോപ്പ് ഏറ്റവും നല്ല പെർഫോമൻസിലേക്ക് എത്തുന്നു, അവിടെ നിന്നും വീണ്ടും ലോവസ്റ്റ്, വീണ്ടും നോർമൽ. അങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഇതിന്റെ ഒരു സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ലോവസ്റ്റ്, ദെൻ മിഡിൽ ഏറ്റവും ടോപ്പ്, ദെൻ വീണ്ടും ആ ലോവസ്റ്റ് പോയിന്റിൽ വന്ന് എൻഡ് ചെയ്യും. ഇത്തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ സിലിണ്ടറിക്കൽ ടൈപ്പിലുള്ള ബെൽ ഷേപ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ പോലെയാണ് എംപ്ലോയീസിന്റെ പെർഫോമൻസ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്ന മെത്തേഡിനെയാണ് ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ദിസ് ഈസ് യൂസ്ഫുൾ ഫോർ റേറ്റിംഗ് എ ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസ് ജോബ് പെർഫോമൻസ് ആൻഡ് പ്രൊമോഷണൽ എബിലിറ്റി. ഇറ്റ് ടെൻസ് ടു എലിമിനേറ്റ് റെഡ്യൂസ്ഡ് ബയാസ്. സോ ഒരു വലിയ ഗ്രൂപ്പിനെ എടുത്തിട്ട് അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ഇൻഡിവിജ്വലിനെ എടുത്ത് അളക്കുക പോസിബിൾ ആയിരിക്കില്ല. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഫേവറേറ്റ് എംപ്ലോയിയോ അങ്ങനെ ഒരു ബയാസ്ഡ് ആയിട്ടുള്ള എംപ്ലോയിയോ ഉണ്ടാവില്ല. സോ ഈ മെത്തേഡ് അത്തരം സിറ്റുവേഷൻസിലാണ് യൂസ്ഫുൾ ആവുന്നത്. ഫോർത്ത് മെത്തേഡ് കഴിഞ്ഞു. ഫിഫ്ത്ത് വൺ, ഫോഴ്സ്ഡ് ചോയ്സ് മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് ദി റേറ്റർ ഈസ് ഫോഴ്സ്ഡ് ടു ആൻസർ റെഡിമെയ്ഡ് സ്റ്റേറ്റ്മെന്റ് ആസ് ഗീവൺ ഇൻ ദി ബ്ലോക്സ് ഓഫ് 2 or more. സോ നമ്മുടെ HR ഡിപ്പാർട്ട്മെന്റ് റേറ്റർക്ക് ഒരു റെഡിമെയ്ഡ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. അതായത് എംപ്ലോയിയെ റേറ്റ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ആരാണോ അവർക്ക് വേണ്ടി ഒരു സ്റ്റേറ്റ്മെന്റ്, ലൈക്ക് ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ തന്നെ അറിയാം, അവരുടെ ക്വാളിറ്റി വെച്ചിട്ട് കുറെ സ്റ്റേറ്റ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഓരോ സ്റ്റേറ്റ്മെന്റിലും എങ്ങനെയാണ് എംപ്ലോയി, ലൈക്ക് ഫോക്കസ് ഓൺ സ്കിൽ, മെന്റർ, ദെൻ ട്രൈ എവറിത്തിങ്, അങ്ങനെ പറഞ്ഞ് ഡിഫറെന്റ് സ്കെയിൽ കൊടുത്തിട്ട് ഈ ഓരോ സ്റ്റേറ്റ്മെന്റിന്റെയും എംപ്ലോയിയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അളക്കാൻ ശ്രമിക്കുന്നു. അബൌട്ട് എംപ്ലോയീസ് ആൻഡ് ഇൻ ടേംസ് ഓഫ് ട്രൂ ഓർ ഫോൾസ്. എംപ്ലോയി നെവർ ഗീവ് അപ്പ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആളാണെങ്കിൽ ട്രൂ, അല്ലെങ്കിൽ ഫോൾസ്, അല്ലെങ്കിൽ അങ്ങനെ ഓരോ കൺസ്ട്രെയിൻ, ഓരോ ട്രൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ട്രൈറ്റിനകത്ത് അവരുടെ പെർഫോമൻസിനെ ട്രൂ ഓർ ഫോൾസ് എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്യാൻ മാത്രമേ നമ്മളുടെ റേറ്റർക്ക് സാധിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള അപ്രോച്ചിനെയാണ് ഫോഴ്സ്ഡ് ചോയ്സ് എന്ന് പറയുന്നത്. Once he is done with the list, it is forwarded to the HR department for the final assessment of the employee. So ഇങ്ങനെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ലിസ്റ്റ് വെച്ചിട്ട് HR നിന്നുള്ള റെപ്രസെന്റേറ്റീവോ അല്ലെങ്കിൽ എംപ്ലോയിയുടെ സീനിയറോ ഒരു ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യും. ആ ഇവാലുവേഷനകത്ത് അദ്ദേഹത്തിന് ചെയ്യാവുന്ന ആ ലിസ്റ്റ് നോക്കുക, ഓരോ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസിനകത്ത് ഫോഴ്സ്ഡ് ചോയ്സ് ആണ്, യെസ് ഓർ നോ എന്ന് പറയുന്ന ഒരു ആൻസർ മാത്രമേ സീനിയർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സോ ചോയ്സ് ഇസ് ഓൾറെഡി ഗീവൺ, ഇനി ഒരു വേറൊരു ഓപ്ഷനേ ഇല്ല. അങ്ങനെയുള്ള മെത്തേഡിനെയാണ് ഫോഴ്സ്ഡ് ചോയ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ചെക്ക് ലിസ്റ്റ് മെത്തേഡ്. The basic purpose of utilizing checklist method is to erase the evaluation burden upon the rater. In this method, a series of statements, that is questions with their answers in yes or no, are prepared by the HR department. This checklist is then presented to the rater to tick appropriate answers relevant to the appraise. Each question carries a weightage in relation to their importance. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ
ഫോഴ്സ്ഡ് ചോയ്സ് മെത്തേഡിന് ഏകദേശം സിമിലർ ആയിട്ടുള്ള മറ്റൊരു മെത്തേഡാണ് ചെക്ക് ലിസ്റ്റ് മെത്തേഡ്. ഇവിടെയുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നിൽ കൂടുതൽ, അതായത് ദർ വിൽ ബി ഡീറ്റെയിൽസ്, ഡീറ്റെയിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് റേറ്റർ ടിക്ക് മാർക്ക് ചെയ്യാം. അതായത് യെസ് ഓർ നോ ആയിരിക്കാം, അങ്ങനെയുള്ള ഓപ്ഷൻസും പ്രൊവൈഡ് ചെയ്യാൻ. യെസ് ഓർ നോ തന്നെ ആയിരിക്കണമെന്നില്ല. ആ ഓപ്ഷൻസിനകത്ത് ഏതാണോ സ്യൂട്ട് ചെയ്യുന്നത് ജസ്റ്റ് ടിക്ക് മാർക്ക് ചെയ്യുക മാത്രമേ റേറ്റർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഫൈനലി ഓരോ ടിക്കിനും ഓരോ വെയിറ്റ്സ് അസൈൻ ചെയ്യും. ഇവിടെയാണ് മറ്റേ മെത്തേഡായിട്ട് ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. ഡിഫറെന്റ് വെയിറ്റ്സ് വെച്ചിട്ട് എംപ്ലോയിയുടെ പെർഫോമൻസിനെ അനലൈസ് ചെയ്യും. അതിനെയാണ് ചെക്ക് ലിസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. 7th വൺ, ക്രിട്ടിക്കൽ ഇൻസിഡൻസ് മെത്തേഡ്. നമ്മൾ ഇതുവരെ കണ്ട മെത്തേഡ്സിൽ നിന്നും ഡിഫറെന്റ് ആണ് ക്രിട്ടിക്കൽ ഇൻസിഡൻസ് മെത്തേഡ്. ഇവിടെ ആക്ച്വലി ചെയ്യുന്നത് എംപ്ലോയിയുടെ ഏറ്റവും ഗുഡ് ബിഹേവിയർ അല്ലെങ്കിൽ ഏറ്റവും ബാഡ് ആയിട്ടുള്ള ബിഹേവിയർ എന്താണെന്ന് അനലൈസ് ചെയ്യുന്നു. അതിനുശേഷം ആ ഒരു ഇൻസിഡന്റിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഇൻസിഡന്റ് എന്ന് പറയുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ എംപ്ലോയി എങ്ങനെയാണോ ബിഹേവ് ചെയ്തത് അതിനെ വെച്ചുകൊണ്ട് സുപ്പീരിയർ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നു. ഇതിനെയാണ് ക്രിട്ടിക്കൽ ഇൻസിഡൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ എംപ്ലോയിയുടെ ഇവാലുവേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്നില്ല. ഏതൊക്കെ സിറ്റുവേഷനാണോ ഇദ്ദേഹം ഏറ്റവും നല്ലോണം പെർഫോം ചെയ്തത് അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണോ ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഏറ്റവും മോശമായത്, ആ രണ്ടോ അതിലധികമോ സിറ്റുവേഷൻസ് മാത്രം എടുത്തുകൊണ്ട് എംപ്ലോയിയെ പറ്റിയുള്ള ഇവാലുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ക്രിട്ടിക്കൽ ഇൻസിഡൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. 4th വൺ, ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ മെത്തേഡ്. നമുക്കിവിടെ ഒരു ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിലിനകത്ത് കാണാം. ഇവിടെ നമ്മളെ കമ്പനികൾ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ മെത്തേഡ്. ദി ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ ആൻഡ് സിംപ്ലസ്റ്റ് ടെക്നിക് for appraising performance. This is known as linear rating scale. This method is in this method the printed appraisal form is in this method the printed appraisal form is used to appraise each employee. So ഇങ്ങനെ ഒരു ഫോം, ഇതേപോലൊരു ഫോം എംപ്ലോയീസിന് റേറ്റർ കൊടുക്കുന്നു. റേറ്റർ എന്നിട്ട് ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ലൈക്ക് അറ്റൻഡൻസ് പൂവർ ആയിരുന്നോ, ഫെയർലി പൂവർ ആയിരുന്നോ, ഫെയർലി ഗുഡ് ആയിരുന്നോ, എക്സലന്റ് ആയിരുന്നോ തുടങ്ങിയിട്ടുള്ള ബേസിൽ നമ്മൾ ഒരു സ്കെയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഷീറ്റിനകത്ത് നമ്മൾ എംപ്ലോയിയെ പറ്റി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മാർക്ക് ചെയ്ത് പോകും. അതിനെയാണ് ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡ് സിംപ്ലസ്റ്റ് മെത്തേഡാണ്. ഇവിടെ ഒരു സിസ്റ്റം ഒന്നുമില്ല, ഒരു മെത്തേഡ് ഒന്നുമില്ല. ജസ്റ്റ് എംപ്ലോയീസിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒരു വൈറ്റ് പേപ്പറിൽ റേറ്റർ എഴുതുന്നു. ലൈക്ക് അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത് എന്താണ്, അല്ലെങ്കിൽ എംപ്ലോയി സ്ട്രെങ്ത്, എംപ്ലോയിയുടെ വീക്ക്നെസ്, പാസ്റ്റ് പെർഫോമൻസ് പൊട്ടൻഷ്യൽ ആൻഡ് സജഷൻ ഫോർ ഇംപ്രൂവ്മെന്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ചെയ്തിട്ട് എംപ്ലോയിയെ പറ്റി ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് SI മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ യെസ് ഓർ നോ അല്ല, ഒരു ചെക്ക് ലിസ്റ്റ് ഇല്ല, ജസ്റ്റ് വൈറ്റ് പേപ്പറിനകത്ത് കംപ്ലീറ്റ് ഇൻഫർമേഷനും ഡയറക്റ്റ് ആയിട്ട് ഇമ്മീഡിയറ്റ് സുപ്പീരിയറോ അല്ലെങ്കിൽ എംപ്ലോയി അറിയാവുന്ന ഏതൊരു പാർട്ടി, അസസ്മെന്റ് നടത്തുന്ന ഇൻഡിവിജ്വൽ ആരാണോ അയാൾക്ക് ചെയ്യാം. നെക്സ്റ്റ് മെത്തേഡ് ഫീൽഡ് റിവ്യൂ മെത്തേഡ് ആണ്. ദിസ് ഈസ് ആൻ അപ്രൈസൽ ഡൺ ബൈ സംവൺ ഔട്ട്സൈഡ് എംപ്ലോയീസ്. സോ ആക്ച്വലി നമ്മൾ ഇതുവരെ കണ്ടതിനകത്ത് എംപ്ലോയി ചെയ്യുന്ന വർക്ക് ഡയറക്റ്റ് ആയിട്ട് കാണുന്ന ഇൻഡിവിജ്വൽ ആയിരുന്നു അപ്രൈസൽ നടത്തിയിരിക്കുന്നത്. ഈ ഒരു മെത്തേഡിലുള്ള ഡിഫറൻസും അത് തന്നെയാണ്. ഇവിടെ സംബഡി ഫ്രം ഔട്ട്സൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് മേ ബി ആൻ HR റെപ്രസെന്റേറ്റീവ്, അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ വന്നിട്ട് അപ്രൈസൽ നടത്തുന്നു പെർഫോമൻസ്. സോ ഇവിടെയുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് തിങ്, ഔട്ട്സൈഡർക്ക് ഈ പറയുന്ന ഇൻഡിവിജ്വൽ ചെയ്യുന്ന ജോലി എന്താണെന്നോ ജോലി എങ്ങനെയായിരുന്നു എന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ദെൻ എംപ്ലോയി മേ ബി ഫ്രം ഔട്ട്സൈഡ്, വർക്ക് എൻവയോൺമെന്റ് പുറത്തുള്ള ഇൻഡിവിജ്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ വർക്കിനെ പറ്റി കൃത്യമായുള്ള ഐഡിയ ഉള്ള ആളാണെന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ആക്ച്വൽ ബിഹേവിയർ എന്തുകൊണ്ടായിരുന്നു ഇങ്ങനെ പെർഫോം ചെയ്തത്, ഇങ്ങനെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് മോശമായിട്ട് വന്നിരിക്കുന്നുണ്ട്, അയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെർഫോം ചെയ്തതെന്ന് ചിന്തിക്കേണ്ട ആവശ്യവും ഇവിടെ വരുന്നില്ല. അതാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജീരിയൽ ലെവലിലെ ഇൻഡിവിജ്വൽസിനെ അസസ് ചെയ്യാൻ വേണ്ടി ഒരു സുപ്പീരിയർ വയ്ക്കുക പോസിബിൾ അല്ല. സോ അങ്ങനെയുള്ള കേസുകളിൽ ഈ മെത്തേഡ് അഡ്വാൻറ്റേജ് ആണ്. ദെൻ
അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് ഫീൽഡ് റിവ്യൂ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട്. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ഇമ്മീഡിയറ്റ് സുപ്പീരിയർ ഒരു എംപ്ലോയിയെ പറ്റി അയാളുടെ ഒബ്സർവേഷൻസ് വെച്ചുകൊണ്ട് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന് അയച്ചു കൊടുക്കുന്നു. അത് വെച്ചിട്ട് ഇവാലുവേഷൻസ് നടത്തുന്നു. ഇതിനകത്ത് ആ റിപ്പോർട്ടിനകത്ത് നോർമലി ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിലായിരിക്കും ഇൻഫർമേഷൻ ഓൺ എംപ്ലോയി സ്ട്രെങ്ത്, വീക്ക്നെസ്, ഇന്റലിജൻസ്, ആറ്റിറ്റ്യൂഡ്, ക്യാരക്ടർ, അറ്റൻഡൻസ്, ഡിസിപ്ലിൻ എക്സെട്ര തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഒരു സ്ട്രക്ചേർഡ് മെത്തേഡിലുള്ള ഒരു ഡോക്യുമെന്റ് ആയിരിക്കും അയക്കുക. ഇത് സീൽഡ് പാക്കേജിലൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് ട്രഡീഷണൽ മെത്തേഡ്സ്. നമ്മൾ പറഞ്ഞ മെത്തേഡ്സ് ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് തുടങ്ങിയത് റാങ്കിങ് മെത്തേഡിലാണ്. ഓൾഡസ്റ്റ് മെത്തേഡാണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു സിസ്റ്റമാറ്റിക്കൽ റാങ്കിങ്, ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, അങ്ങനെ എംപ്ലോയീസിനെ അവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ട് റാങ്കിങ് നടത്തുന്നു. സെക്കൻഡ് മെത്തേഡ് പെയ്ഡ് കമ്പാരിസൺ ആണ്. ഒരു എംപ്ലോയിയെ മറ്റൊരു എംപ്ലോയിയുമായിട്ട് അവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ട് അവരുടെ ട്രേറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് അസസ് ചെയ്യുന്നു. മൂന്നാമത്തെ മെത്തേഡ് ഗ്രേഡിംഗ് മെത്തേഡാണ്. ഇവിടെ പല ഗ്രേഡ്സ് ലൈക്ക് ഔട്ട്സ്റ്റാൻഡിങ്, സാറ്റിസ്ഫാക്ടറി, അൺസാറ്റിസ്ഫാക്ടറി അങ്ങനെയുള്ള ഗ്രേഡ്സ് അലോക്കേറ്റ് ചെയ്തിട്ട് എംപ്ലോയിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിനകത്ത് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും ഹൈ പെർഫോം ചെയ്യുന്നവരും ദെൻ 2 ടെയിലും ലോ പെർഫോമിംഗ് എംപ്ലോയീസുമായിട്ട് ഡിവൈഡ് ചെയ്യും. നെക്സ്റ്റ് ഫോഴ്സ്ഡ് ചോയ്സ് ആണ്. ഇവിടെ റേറ്റർക്ക് ചോയ്സ് യെസ് ഓർ നോ മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻഡ് ദർ ആർ സം ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസിനെ യെസ് ഓർ നോ എന്നുള്ള രീതിയിൽ ആൻസർ ചെയ്യുന്നു. ദെൻ ചെക്ക് ലിസ്റ്റ് മെത്തേഡ് ആണെങ്കിൽ ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യെസ് ഓർ നോ തന്നെയാണ്. പ്ലസ് ഓരോ ആൻസറിനും, ഓരോ യെസിനും ഓരോ നോയ്ക്കും ദർ വിൽ ബി വെയിറ്റേജ്. ആ വെയിറ്റേജിനെ ബേസ് ചെയ്തുകൊണ്ട് എംപ്ലോയിക്ക് ഒരു ഫൈനൽ സ്കോറിലേക്ക് എത്തിക്കുന്നു. ദെൻ ക്രിട്ടിക്കൽ ഇൻസിഡൻസ്. ഒരു ഓർഗനൈസേഷനിൽ സംഭവിച്ചിട്ടുള്ള ക്രിട്ടിക്കൽ ഇൻസിഡൻസ്, അതായത് എംപ്ലോയിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ലോണം എംപ്ലോയി പെർഫോം ചെയ്ത സിറ്റുവേഷൻസ്, അതേപോലെ തന്നെ ഏറ്റവും മോശമായിട്ട് എംപ്ലോയി പെർഫോം ചെയ്ത സിറ്റുവേഷൻസ് എടുക്കുന്നു. ആ സിറ്റുവേഷൻസ് വെച്ചിട്ട് എംപ്ലോയിയെ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിനെയാണ് ക്രിട്ടിക്കൽ ഇൻസിഡൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ ഗ്രാഫിക് റേറ്റിംഗ് മെത്തേഡ് ആണെങ്കിൽ ദർ വിൽ ബി എ സ്കെയിൽ. അതിനകത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വേരിയബിൾസ് ലൈക്ക് അറ്റൻഡൻസ്, ബിഹേവിയർ തുടങ്ങിയിട്ടുള്ള വേരിയബിൾസ് ഇടുന്നു. ആ വേരിയബിളിന് ഡിഫറെന്റ് സ്കെയിൽ പ്രൊവൈഡ് ചെയ്യുന്നു. ലൈക്ക് നമ്മളിവിടെ കണ്ട എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പുവർ, ഫെയർലി പുവർ, ഇതോരോ സ്കെയിലാണ്. ആ സ്കെയിലിനെ വെച്ചിട്ട് എംപ്ലോയിയെ ഇവാലുവേറ്റ് ചെയ്യുന്നു. എസ് എ മെത്തേഡ് സിമ്പിൾ ആണ്, ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഇവിടെ ഒരു പാറ്റേൺ ഇല്ല. ഇവാലുവേറ്റർ ആയിരിക്കും പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ ഫീൽഡ് റിവ്യൂ മെത്തേഡ്, ഒരു ഔട്ട്സൈഡ് ഇൻഡിവിജ്വൽ വന്നിട്ട് ഡിപ്പാർട്ട്മെന്റിലെ അയാളുടെ വർക്കിനെ പറ്റി അപ്രൈസൽ കണ്ടക്ട് ചെയ്യുന്നു. ഇവിടെയുള്ള നെഗറ്റീവ് ഔട്ട്സൈഡ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ആ വർക്ക് കൃത്യമായിട്ട് അറിയുന്ന ആളാണെന്ന് യാതൊരു നിർബന്ധമില്ല. അതേപോലെ തന്നെ ഈ ഇൻഡിവിജ്വൽ എത്രമാത്രം വർക്കിനെ പറ്റി അറിയാമെന്നുള്ളതും ഒരു ക്വസ്റ്റ്യൻ ആണ്. കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് നമ്മൾ പറഞ്ഞു. കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലാണ് നോർമലി ഫോമിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇമ്മീഡിയറ്റ് സുപ്പീരിയർ ആയിരിക്കും ഈ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് മോഡേൺ മെത്തേഡ്സ് ആണ്. മോഡേൺ മെത്തേഡ്സ് 5 മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദർ ആർ അതർ മെത്തേഡ്സ് ടു. 5 മെത്തേഡ്സ് നമുക്ക് വേഗം നോക്കാം. അതിൽ ഒന്നാമത്തെ MBO. MBO നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. MBO മീൻസ് പെർഫോമൻസ്, മാനേജ്മെന്റ് ഈ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ എംപ്ലോയിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി എംപ്ലോയീസിനെ ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നു. ഇത് പെർഫോമൻസ് അപ്രൈസൽ മെക്കാനിസം കൂടിയാണ്. നെക്സ്റ്റ് ബിഹേവിയറലി ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽസ്. ബിഹേവിയറലി ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽസ്, ബാർസ് എന്ന് പറയും, ആർ ഡിസൈൻ ടു ബ്രിങ് ദി ബെനിഫിറ്റ്സ് ഓഫ് ബോത്ത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ടു ദി എംപ്ലോയി അപ്രൈസൽ പ്രോസസ്. സോ നമ്മളിവിടെ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ എടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ഡേറ്റ എടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് എംപ്ലോയീസിന്റെ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോവുകയാണ്. Bars compare an individual's performance against specific examples of behavior that are anchored to numerical ratings. So നമുക്ക് വേണ്ട, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ബിഹേവിയറെ നമ്മൾ പല റേറ്റിംഗ് സ്കെയിലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനുശേഷം എംപ്ലോയിയുടെ പെർഫോമൻസിനെ ആ ബിഹേവിയറുമായിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ പെർഫോമൻസ് ഓക്കെ ആയിരുന്നോ പെർഫോമൻസ് വീക്ക് ആയിരുന്നോ എന്നൊക്കെ ഡിഫൈൻ ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ക്വാളിറ്റി ഓഫ് വർക്ക്. ക്വാളിറ്റി ഓഫ് വർക്ക് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ്. ഈ ക്വാളിറ്റി ഓഫ് വർക്കിനെ നമ്മൾ 3 രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നു. ലോ,
ഇൻഡിവിജ്വലിന്റെ പെർഫോമൻസ് ലോ ആയി, വോളിയം ലോ ആവുന്ന സിറ്റുവേഷൻ, ഇറാറ്റിക് ആവുന്ന സിറ്റുവേഷൻ, അതേപോലെ തന്നെ സാറ്റിസ്ഫാക്ടറി ആവുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്നും എബോവ് എക്സ്പെക്ടേഷനിൽ പെർഫോം ചെയ്യുന്ന സിറ്റുവേഷൻസ്. ഇങ്ങനെ പല ലെവലിൽ എംപ്ലോയിയുടെ പെർഫോമൻസിനെ പല ആട്രിബ്യൂട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ക്വാളിറ്റി ആസ് വെൽ ആസ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ചെക്ക് ചെയ്യപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് അസസ്മെന്റ് സെന്റേഴ്സ് ആണ്. നോർമലി റെഗുലർ അസസ്മെന്റ് നടത്താൻ വേണ്ടി നമ്മളായിട്ട് കമ്പനി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് സെന്റർ ലൊക്കേഷൻ ആണ് അസസ്മെന്റ് സെന്റർ എന്ന് പറയുന്നത്. ഇവിടെ മാനേജേഴ്സ് അവരുടെ ഇവാലുവേഷൻ മൊത്തമായിട്ടും ഒബ്സർവേഷൻ എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. See, the principal idea is to evaluate managers over a period of time by observing and later evaluating their behavior. So complete ആയിട്ട് ഇവാലുവേഷന് വേണ്ടി മാത്രമായിട്ടൊരു ഡിപ്പാർട്ട്മെന്റ്, ആ ഒരു ഐഡിയയിലാണ് അസസ്മെന്റ് സെന്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. 360 ഡിഗ്രി അപ്രൈസൽ ഒരു എംപ്ലോയിയെ കംപ്ലീറ്റ് ആയിട്ട്, അതായത് എംപ്ലോയി ഇന്ററാക്ട് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് എല്ലാവരും അവരെ പറ്റി ഇവാലുവേഷൻ നടത്തുന്നു. ലൈക്ക് ഒരു എംപ്ലോയി വരുമ്പോൾ അയാൾ ഇന്ററാക്ട് ചെയ്യുന്ന ഡിഫറെന്റ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഇറ്റ് മേ ബി മാനേജേഴ്സ് അവർ ഇവാലുവേറ്റ് ചെയ്യുന്നു. ദെൻ അവരുടെ ഒപ്പമുള്ള കൊളീഗ്സ്, ദെൻ അവർ റിപ്പോർട്ട് ചെയ്യുന്ന ബാക്കിയുള്ള ഇൻഡിവിജ്വൽസ്, ദെൻ അതേപോലെ തന്നെ അവരുടെ കസ്റ്റമേഴ്സ്, ഇവരെല്ലാവരുടെ കയ്യിൽ നിന്നും ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് എംപ്ലോയിയുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് 360 ഡിഗ്രി അപ്രൈസൽ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ഈസ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്. ഒരു മോഡേൺ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ്. ആക്ച്വലി ഇത് ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സിന്റെ വാല്യൂവിനെ മോണിറ്ററി ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അവരുടെ പെർഫോമൻസിനെ മോണിറ്ററി ടേംസിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വലും എത്രമാത്രം റെലവെന്റ് ആണ്, എത്ര വാല്യൂ വരുന്നുണ്ടെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഈ മെത്തേഡ് ഇന്ത്യയിലൊക്കെ ഇപ്പോഴും ഇമ്മ്യൂൺ സ്റ്റേജിലാണ്. ആൻഡ് സം കൺട്രീസ് ഹാവ് ഓൾറെഡി അഡോപ്റ്റഡ് ദീസ് മെത്തേഡ്സ്. ഈവൻ ദോ എത്രമാത്രം there are n number of issues behind human resource accounting. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിനെ നമ്മൾ എങ്ങനെ ഹ്യൂമനെ മണി വാല്യൂവിൽ കൺവേർട്ട് ചെയ്യും എന്നുള്ളതാണ് ബേസിക് ഇഷ്യൂ. സോ ഈവൻ ദോ റിസർച്ച് ഈസ് ഗോയിങ് ഓൺ, താമസിയാതെ നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങും ഡീറ്റെയിൽ ആയിട്ട് വരും. ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ആക്ച്വലി ഇപ്പോൾ സ്ട്രീമായിട്ട് പല കോഴ്സുകളിലും പഠിക്കാനുണ്ട്. ഈവൻ ദോ കമ്പനികളിൽ വളരെ കുറച്ച് കമ്പനികൾ മാത്രമേ ഇന്ന് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ 5 മോഡേൺ മെത്തേഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്. MBO, ബിഹേവിയറൽ ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽ, ദെൻ അസസ്മെന്റ് സെന്റേഴ്സ്, 360 ഡിഗ്രി അപ്രൈസൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്. There are some other methods too. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സെഷൻ ആയിട്ട് ഡിസ്കസ് ചെയ്യും. താങ്ക് യു.